നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കാതെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം വരും അല്ലേ? സ്വാഭാവികം, എല്ലാവർക്കും വരും. പക്ഷേ ആ സമയത്ത് അത് നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ സന്തോഷത്തെക്കാട്ടിലും കൂടുതൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത് നടക്കാതെ പോയത്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് തന്നെ വരും. ടൈമിംഗ് കുറച്ച് മാറുമെന്നേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കില്ല, അതിനേക്കാട്ടിലും നമുക്ക് ആവശ്യമുള്ള സമയത്തായിരിക്കും അത് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അത് ആഗ്രഹം എന്ന് പറയുന്നത് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ അല്ലെങ്കിൽ വേറൊരാൾക്ക് എന്തെങ്കിലും ദോഷം വരുന്നത് പോലെ ഉള്ള ആഗ്രഹങ്ങളല്ല കേട്ടോ. ആത്മാർത്ഥമായിട്ട് നമുക്ക് നന്മ വരുന്ന, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് മറ്റൊരാൾക്കായാലും നന്മ വരുന്ന കാര്യങ്ങൾ മാത്രം ആഗ്രഹിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. ആ കിട്ടുന്ന സമയത്ത് നമുക്ക് അപ്പോൾ മനസ്സിലാവും, യെസ്, ദിസ് വാസ് ദ ടൈം, ദിസ് ഇസ് ദ റൈറ്റ് ടൈം. അന്ന് നമുക്ക് കിട്ടുന്നതിനേക്കാട്ടിലും ഉപരി ഇന്ന് കിട്ടിയത് എത്രമാത്രം നന്നായി എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ചെറിയ ചെറിയ വിഷമങ്ങളെയൊക്കെ ഓക്കെ, ഇതെന്തെങ്കിലും നല്ലതിന് വേണ്ടി ആയിരിക്കാം എന്ന് കരുതി വിടാൻ എപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സതിനെ അനുവദിക്കില്ല. നമുക്ക് സങ്കടം വരും, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചില്ലേ, ഞാൻ ഒരുപാട് അതിനു വേണ്ടി ശ്രമിച്ചില്ലേ, ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷേ അതെൻ്റെ നല്ലതിന് തന്നെയാണ് എന്ന് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും, പിന്നൊരു പ്രതീക്ഷയും ഉണ്ടാവും. ഓക്കെ, ഇന്നല്ലെങ്കിൽ നാളെ അതെനിക്ക് ഉണ്ടാവുമല്ലോ, എനിക്ക് തന്നെ കിട്ടുമല്ലോ എന്ന്. അതുകൊണ്ട് എല്ലാവരുടെയും ലൈഫിൽ നല്ലത് മാത്രം നടക്കട്ടെ, നല്ലതായി മാത്രം ചിന്തിക്കാൻ സാധിക്കട്ടെ.